ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത എന്നുള്ള ഉപദേശ സംഹിതയെക്കുറിച്ച് പഠിക്കുവാനാണ് ആരംഭം കുറിക്കുന്നത്. സനാതനധർമ്മത്തിന് ലഭിച്ച രണ്ട് അമൂല്യങ്ങളായ നിധിയാണ് രണ്ട് ഇതിഹാസങ്ങൾ. അതിൽ ആദികാവ്യം എന്നറിയപ്പെടുന്ന രാമായണം, ആദികവി എന്നറിയപ്പെടുന്ന വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ടു. 24,000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ആ കൃതിയാണ് നമുക്ക് ലഭിച്ച ആദികാവ്യം എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഇതിഹാസമാണ് വേദവ്യാസൻ രചിച്ച മഹാഭാരതം. ഏകദേശം 1.25 ലക്ഷത്തിൽ പരം ശ്ലോകങ്ങൾ മഹാഭാരതത്തിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. പൂർണ്ണമായിട്ടിപ്പോൾ ഗ്രന്ഥരൂപത്തിൽ തന്നെ ലഭ്യമുണ്ടോ എന്നുവരെ സംശയമുണ്ട്. ഇതിൻ്റെ ഗദ്യവിവർത്തനങ്ങൾ യഥേഷ്ടം ലഭ്യമായതുകൊണ്ട് ഈ കൃതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇക്കാലത്ത് പഠിക്കുവാൻ വളരെ എളുപ്പം തന്നെയാണ്. ഈ മഹാഭാരതത്തിലെ 18 പർവ്വങ്ങളാണുള്ളത്. ആദിപർവം, സഭാപർവം, ആരണ്യപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധ പർവം, ആശ്രമവാസപർവം, മൗസലപർവം, മഹാപ്രസ്ഥാനപർവം, സ്വർഗാരോഹണ പർവം. ഇങ്ങനെ 18 പർവ്വങ്ങളിലായിട്ട് രചിക്കപ്പെട്ട ഈ മഹാഭാരതത്തിൽ 6ാമത്തെ പർവ്വമായിരിക്കുന്ന ഭീഷ്മപർവത്തിലാണ് ഗീതോപദേശം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കെല്ലാം വളരെ സുപരിചിതമായിരിക്കുന്ന വിഷ്ണു സഹസ്രനാമം രചിക്കപ്പെട്ടത് 13ാമത്തെ പർവ്വമായിരിക്കുന്ന അനുശാസന പർവ്വത്തിലാണ്. അവിടെയാണ് ഭീഷ്മർ യുധിഷ്ഠിരന് ഉപദേശങ്ങളെല്ലാം നൽകിക്കൊണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചിട്ടുള്ളത്. ഇത്രയും ബൃഹത്തായ ഈ കൃതിയുടെ ഏകദേശം സാരം എന്ന് പറയാവുന്നത് തന്നെയാണ് ഈ ഭീഷ്മപർവത്തിൽ ഉപദേശിക്കപ്പെട്ട ഗീതോപദേശം. നമുക്കറിയാം, വ്യാസകൃതിയുടെ എല്ലാം ഇതിവൃത്തം എന്ന് പറയുന്നത് മിക്കവാറും മഹാഭാരതം തന്നെയാണ്. അദ്ദേഹം ഏതെല്ലാം കൃതികൾ രചിച്ചിട്ടുണ്ടോ അത് മിക്കതും ഈ ഒരു ഇതിവൃത്തത്തിൽ തന്നെ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭാഗവതമായാലും ദേവി ഭാഗവതമായാലും ഒക്കെ ഇതേ കഥാപാത്രങ്ങളെ നമുക്ക് അവിടെയും കാണാൻ കഴിയും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇതിലുള്ളത് തന്നെ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്നാണ് പറയുന്നത്. ഇതില്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. എത്ര നല്ലൊരു കഥാപാത്രത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാലും അതെല്ലാം ഈ മഹാഭാരതത്തിലുണ്ട്. എത്ര മോശപ്പെട്ട കഥാപാത്രത്തെ ചൂണ്ടിക്കാണിക്കണം എന്ന് നമുക്ക് തോന്നിയാലും അതും ഈ മഹാഭാരതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ബൃഹത്തായിരിക്കുന്ന ഈ മഹാഭാരതത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഇതിനൊരു അപവാദം സനാതനികൾക്കിടയിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
ഈ മഹാഭാരത പുസ്തകം വീട്ടിൽ സൂക്ഷിക്കരുത് എന്നുള്ള ദുഷ്പ്രചരണം. നമ്മളൊന്നാലോചിക്കണം, ഇത്രയും ബൃഹത്തായ അല്ലെങ്കിൽ മഹത്തായ, ഇത്രയും വ്യാപ്തിയുള്ള, ഇത്രയേറെ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു കൃതിയെ വേദവ്യാസൻ രചിച്ചു വച്ചിട്ട് അത് മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടാത്ത രീതിയിൽ ആയിപ്പോകുന്ന രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തിയെ പ്രാപിക്കണം എന്ന് തന്നെയാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഈ മഹാഭാരതം നമ്മൾ പഠിക്കരുത് എന്ന് പറയുന്നവർ ഗീതോപദേശം പഠിക്കരുത് എന്നുകൂടി ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിൽ 6ാമത്തെ ഭാഗമായിരിക്കുന്ന ഭീഷ്മപർവത്തിൽ വരുന്ന ഭാഗമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയെക്കുറിച്ച് പഠിക്കുന്നതും മഹാഭാരതത്തിൻ്റെതായ ഒരു പഠനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പഠനം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ ഭഗവത്ഗീത എന്നുള്ള കൃതിയിലേക്ക് വരുമ്പോൾ അതിലും 18 അധ്യായങ്ങളിലായിട്ടാണ് ഭഗവത്ഗീത രചിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലായിടത്തും ഈ 18-ന് വളരെയധികം പ്രാധാന്യം പുരാണങ്ങളിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വ്യാസർ രചിച്ച പുരാണങ്ങൾ 18, മഹാഭാരതത്തിൽ പർവ്വങ്ങൾ 18, മഹത്തായ ഗീതോപദേശത്തിലെ അധ്യായങ്ങൾ 18. ഇങ്ങനെ ഈ 18 എന്നുള്ള അക്കത്തിന് ഒരു പ്രത്യേകത നമുക്കിടയിൽ സുലഭമാണ്. ഇനി ഭഗവത്ഗീതയിലേക്ക് വന്നാൽ ഇതിൻ്റെ ആമുഖമായിട്ട് നമ്മൾ ശ്രവിക്കുന്ന ആ ഗീതാധ്യാനം എന്ന് പറയുന്ന ശ്ലോകങ്ങൾ ഭഗവത്ഗീതയുടെ പഠനത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്നതും ഈ ഗീതാധ്യാനം തന്നെയാണ്. ഈ ഗീതാധ്യാനം മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഭഗവത്ഗീതയുടെ ഒരു ഭാഗമേയല്ല. പിന്നീട് ഭഗവത്ഗീത പുസ്തകങ്ങളിൽ അച്ചടിച്ചു വന്ന ഈ ധ്യാനം മധുസൂദന സരസ്വതി എന്ന് പറയുന്ന ഒരു സന്യാസി വര്യൻ തയ്യാറാക്കിയതാണ്. അതിലെ ആശയങ്ങൾ വളരെയേറെ സാമ്യമായതുകൊണ്ടും ഭഗവത്ഗീതയെക്കുറിച്ച് വളരെ നന്നായി പ്രതിപാദിക്കുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കാം ആ മധുസൂദന സരസ്വതി രചിച്ച ഗീതാധ്യാനം എല്ലാ ഗീതാ പുസ്തകങ്ങളിലും കണ്ടുവരുന്നത്. ഇപ്പോൾ ഗീതാ പഠനത്തിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഈ ഭഗവത്ഗീതയുടെ ധ്യാനവും നമ്മൾ ഒന്ന് സസൂക്ഷ്മം പഠിക്കുവാൻ ശ്രമിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് ആദ്യം ഗീതാധ്യാനം ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. അതിൽ പറയുന്നത് ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈത അമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശ അധ്യായിനീം അംബ ത്വാം അനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാർത്ഥായ പ്രതിബോധിതാം, പാർത്ഥനായിക്കൊണ്ട് ഉപദേശിക്കപ്പെട്ടതും. പാർത്ഥൻ എന്നാൽ പൃഥയുടെ പുത്രൻ. പൃഥ കുന്തിദേവി. ആ കുന്തിദേവിയുടെ 6 പുത്രന്മാരിൽ കർണനെ
പാണ്ഡവപക്ഷത്ത് ഗണിക്കുന്നില്ല. അതുകൊണ്ട് 5 പുത്രന്മാരെന്നാണ് പൊതുവെ പറയുന്നത്. എങ്കിലും ആ കുന്തിദേവിയുടെ മധ്യമ പാണ്ഡവൻ എന്ന് പറയാവുന്ന അർജുനനെയാണ് ഇവിടെ പാർത്ഥൻ എന്നുള്ള അർത്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്രകാരമുള്ള ആ അർജുനനായി ഉപദേശിക്കപ്പെട്ട, ആരാൽ ഉപദേശിക്കപ്പെട്ടു? ഭഗവതാ നാരായണേന സ്വയം. സാക്ഷാൽ ഭഗവത് അവതാരമായിരിക്കുന്ന നാരായണൻ തന്നെയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം അർജുനനായിക്കൊണ്ട് ഉപദേശിച്ചതും. വ്യാസേന ഗ്രഥിതാം പുരാണമുനിന. നമ്മുടെ പുരാണങ്ങൾ ഒക്കെ രചിച്ചിരിക്കുന്ന മുനിയാകുന്ന വ്യാസമഹർഷിയാൽ ഗ്രഥിതാം രചിക്കപ്പെട്ടതും. മധ്യേ മഹാഭാരതം. മഹാഭാരതം ആകുന്ന ഇതിഹാസത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് പറയപ്പെട്ടിട്ടുള്ളതുമായ അദ്വൈതാമൃതവർഷിണിയും. അദ്വൈതം ആകുന്ന അമൃതത്തെ വർഷിക്കുന്നതും. 18 അധ്യായിനിയും 18 അധ്യായങ്ങളോട് കൂടിയിരിക്കുന്നതുമായ, അല്ലയോ അംബ, അമ്മേ, മാതാവേ, ഭഗവത്ഗീതയാകുന്ന അല്ലയോ മാതാവേ, അഹം അനുസന്ധതാമി, ഞാൻ അങ്ങയെ മനസ്സിൽ ധ്യാനിക്കുന്നു. എങ്ങനെയുള്ള അമ്മ? ഭവദ്വേഷിണിയും, സംസാര ദുഃഖങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതായ ആ ഗീതയാകുന്ന മാതാവിനെ ഞാൻ സദാസമയവും മനസ്സിൽ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീനാരായണൻ തന്നെ പൂർണ്ണ പുണ്യാവതാരമായി വന്നിരിക്കുന്ന ശ്രീകൃഷ്ണാവതാരത്തിൽ കൗരവ പാണ്ഡവ യുദ്ധവേദിയാവുന്ന കുരുക്ഷേത്രത്തിൽ വെച്ച് തൻ്റെ ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും സഹോദരങ്ങളെയും ഒക്കെ കണ്ട് വിഷമിച്ച് തേർത്തട്ടിൽ വീണ അർജുനനെ കർമ്മോന്മുഖനാക്കാനായിട്ട് ഉപദേശങ്ങളെ കൊണ്ട് ആ അർജുനനെ ഉദ്ധരിപ്പിക്കാനായിട്ട് ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട സംഹിതയാണ് ശ്രീമദ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് ഇവിടെ ഭഗവതാ നാരായണേന സ്വയം എന്ന് പറഞ്ഞത്. അത് പാർത്ഥനായിക്കൊണ്ട് ഉപദേശിക്കപ്പെട്ടതാണ്. എന്നാലും ശ്രീകൃഷ്ണ പരമാത്മാവും അർജുനനും തമ്മിലുള്ള ഈ സംവാദം നമുക്ക് ഇന്ന് ആകണമെങ്കിൽ അത് ഒരു പുസ്തക രൂപത്തിലായി കിട്ടേണ്ടതുണ്ട്. അതിനായിട്ട് നിയോഗിക്കപ്പെട്ടത് നമ്മുടെ പുരാണ മുനിയായിരിക്കുന്ന, പുരാണങ്ങളെല്ലാം രചിച്ച് നമുക്ക് നൽകിയ വേദവ്യാസനായിരുന്നു. അദ്ദേഹം തൻ്റെ ഇതിഹാസമാകുന്ന മഹാഭാരതത്തിൻ്റെ മധ്യഭാഗത്ത് ഭീഷ്മപർവം എന്നുള്ള ആ ഒരു ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനായി നൽകുന്ന ഉപദേശങ്ങളെയാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് ഇന്ന് നമ്മൾ അറിയുന്നത്. ഈ ഭഗവത്ഗീതയാവട്ടെ പൂർണ്ണമായും അദ്വൈത ആശയങ്ങളെയാണ് നമുക്ക് ഉപദേശിച്ചു തരുന്നത്. അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്നതായ ആ ഭഗവത്ഗീതയെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ സംസാര ദുഃഖങ്ങളും ഇല്ലാതാവും, നശിക്കും എന്നെല്ലാമാണ് സങ്കല്പിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ആ ഗീതയെ ഒരു മാതാവായി സങ്കല്പിച്ചുകൊണ്ട് ആ അമ്മയെ ഉപാസകൻ മനസ്സാ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, സംസാര ദുഃഖങ്ങളിൽ ഏത് സമയത്തും നമ്മളെല്ലാം ആദ്യം വിളിക്കുന്ന നാമവും അമ്മയുടേതാണ്. എന്തെല്ലാം വിഷമതകൾ വരുമ്പോഴും നമ്മൾ ആദ്യം വിളിക്കുന്ന ആ 2 അക്ഷരം അമ്മ എന്ന് പറയുന്നാൽ അത് പൂർണ്ണമായ ഈശ്വര സ്വരൂപമായിട്ട് തന്നെയാണ് നമ്മളെല്ലാം കാണുന്നത്. ഇവിടെയും ഈ ഭഗവത്ഗീതയെ ഒരു മാതാവായി സങ്കല്പിക്കുകയാണ് സ്വാമി മധുസൂദന സരസ്വതി ചെയ്തിരിക്കുന്നത്.
പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. നമഃ അസ്തു തേ വ്യാസ വിശാലബുദ്ധേ ഫുല്ല അരവിന്ദ ആയതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതഃ ജ്ഞാനമയ പ്രദീപഃ. നമഃ അസ്തു തേ വ്യാസ, അല്ലയോ വ്യാസമുനെ അങ്ങേക്ക് നമസ്കാരം. എങ്ങനെയുള്ള വ്യാസമുനി? വിശാലബുദ്ധേ, വളരെ വിശാലമായ ബുദ്ധിയുള്ളവൻ ആണ് വ്യാസൻ. ഏകദേശം 5000 വർഷങ്ങൾ അപ്പുറത്തിരുന്നു കൊണ്ടാണ് ഭാഗവതം എന്നുള്ള പുരാണം രചിക്കപ്പെട്ടതെന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. ഈ 5000 വർഷം അപ്പുറത്തിരുന്ന് രചിക്കപ്പെട്ട ഭാഗവതത്തിൽ ഇന്ന് എന്ത് നടക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കാൻ ഒരു കൃതിയുടെ കർത്താവിന് കഴിയുന്നുവെങ്കിൽ അദ്ദേഹം സാധാരണ ഒരു കവി മാത്രം ആയിരിക്കില്ല. വളരെ ദീർഘവീക്ഷണമുള്ള, അല്ലെങ്കിൽ വളരെ ഈശ്വരീയമായ കഴിവുകൾ ഉള്ള ഒരു കവി തന്നെ ആയിരിക്കണം അദ്ദേഹം. അതുകൊണ്ടാണ് ഇവിടെ വിശാലബുദ്ധേ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. പിന്നെയോ ഫുല്ലാരവിന്ദായത പത്രനേത്ര, ഫുല്ലം വിടർന്ന അരവിന്ദം താമര, ആയതപത്രം അതിൻ്റെ നീണ്ടുള്ള ദളങ്ങൾ താമരയുടെ, അതുപോലെ തുല്യമായ നീണ്ട കണ്ണുകളുള്ള അല്ലയോ വ്യാസരേ. യേനത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതഃ ജ്ഞാനമയഃ പ്രദീപഃ. യേനത്വയാ ഏതൊരു അങ്ങയാലാണോ ഭാരതതൈലപൂർണഃ ഭാരതമാകുന്ന എണ്ണ നിറച്ച് പ്രജ്വാലിതഃ പ്രജ്വലിപ്പയ ജ്ഞാനമയഃ പ്രദീപഃ ജ്ഞാനരൂപമാകുന്ന ഭദ്രദീപത്തെ തെളിയിച്ച അല്ലയോ വ്യാസരെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഈ ശ്ലോകത്തിൽ മധുസൂദന സരസ്വതി അവർകൾ പുരാണകർത്താവായ വ്യാസനെയാണ് വണങ്ങുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവത്ഗീതയെ അമ്മയായി സങ്കല്പിച്ചുകൊണ്ട് വണങ്ങി. ഇനി അടുത്തത് പുരാണകർത്താവായ വ്യാസരെ വണങ്ങുന്നു. ആ വ്യാസരുടെ വിശേഷണങ്ങളാണ് വളരെ വിശാലബുദ്ധിയുള്ളവനും താമരയുടെ ദളങ്ങൾ പോലെ നീണ്ട കണ്ണുകൾ ഉള്ളവനും. ഏതൊരു മഹാഭാരതമാകുന്ന കൃതി കൊണ്ടാണോ അതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ആ ജ്ഞാനത്തിൻ്റെ ഭദ്രദീപം അങ്ങ് തെളിയിച്ചത്, അപ്രകാരമുള്ള അല്ലയോ വ്യാസരെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ ഒരു വിളക്ക് തെളിക്കുന്ന കഥയാണ് 2ാം പാദത്തിൽ വർണ്ണിച്ചത്. അവിടെ എന്തൊക്കെയാണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്? മഹാഭാരതമാകുന്ന എണ്ണ അത് നിറച്ച് ജ്ഞാനം അല്ലെങ്കിൽ അറിവാകുന്ന ആ വിളക്കിനെ ആദ്യം തിരികൊളുത്തുന്ന കർമ്മമാണ് വ്യാസരിവിടെ ചെയ്തിരിക്കുന്നത്. അതിനെ ഭദ്രദീപം ജ്വലിപ്പിച്ചു കൊടുക്കുകയാണ് വേദവ്യാസരിവിടെ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. പ്രപന്ന പാരിജാതായ, പ്രപന്നന്മാർ ശരണഗതന്മാർ അവർക്ക്
പാരിജാതം അല്ലെങ്കിൽ കൽപ്പവൃക്ഷം പോലെയും സ്തോത്രവേത്രൈക പാണയെ ഭഗവാൻ കൈകളിൽ ചമ്മട്ടിയും ചൂരലും ഒരു കൈയിൽ ഏന്തിയവനും ജ്ഞാനമുദ്രായ അടുത്ത കൈകൊണ്ട് ജ്ഞാനമുദ്രയും കാണിച്ചു നിൽക്കുന്നതായ കൃഷ്ണായ ആ കൃഷ്ണനായിക്കൊണ്ട് നമഃ നമസ്കാരം. എങ്ങനെയുള്ള കൃഷ്ണൻ? ഗീതാമൃതദുഹേ ഗീതയാകുന്ന അമൃതത്തെ കറന്നെടുക്കുന്നവനായ ശ്രീകൃഷ്ണ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ശരണാഗതന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങളെ ഒക്കെ നിറവേറ്റി കൊടുക്കുന്നതായ കൽപ്പവൃക്ഷം ആകുന്നവനും ഈ മഹാഭാരത യുദ്ധവേദിയിൽ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനന് സാരഥിയായിട്ട് നിൽക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു കൈയിൽ ചമ്മട്ടിയും ചൂരലും പിടിച്ചുകൊണ്ട് നിന്ന് മറ്റേ കൈയിൽ ജ്ഞാനമുദ്രയും പ്രദർശിപ്പിച്ചു നിന്ന് ഗീതയാകുന്ന അമൃതത്തെ കറന്ന് അർജുനനായിക്കൊണ്ട് കൊടുക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പ്രപന്ന പാരിജാതായ എന്നാണ് ഈ ഗീതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ലൗകികങ്ങളായ വിഷമതകളെയും അനുഭവിക്കുന്നവർക്ക് അവരുടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റി എന്തെന്ത് അവരുടെ ആഗ്രഹങ്ങളോ അതെല്ലാം നേടിത്തരുവാൻ പ്രാപ്തമാണ് ഭഗവത്ഗീത എന്നുകൂടി ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു. ഭൗതിക ജീവിതത്തിൽ ധാരാളം വിഷമതകളും ആഗ്രഹങ്ങളും ഒക്കെയായി ജീവിക്കുന്നവരാണ് സാധാരണ എല്ലാ മനുഷ്യരും. കാലക്രമം കൊണ്ട് അവരുടെ ജീവിതയാത്രയിൽ ആഗ്രഹങ്ങളും മേൽക്കുമേൽ ഇനിയും അർത്ഥം സമ്പാദിക്കണം എന്നുള്ള അഭിവാഞ്ചയും ഒക്കെ കുറഞ്ഞു വന്ന് അത് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ് വാസ്തവത്തിൽ ആ മോക്ഷത്തിൻ്റെ പാതയിലേക്ക് എത്തുന്ന ഒരാളുടെ ലക്ഷണം. അതല്ലെങ്കിൽ ഭൗതികമായ ആഗ്രഹങ്ങളൊക്കെ മേൽക്കുമേൽ വർദ്ധിച്ചു വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അയാൾക്ക് അടുത്തെങ്ങും സദ്ഗതി കിട്ടുകയില്ല. നമ്മുടെ എല്ലാം ആഗ്രഹങ്ങളാണ് വീണ്ടും വീണ്ടും ജനനത്തിനും മരണത്തിനും ഒക്കെ കാരണമാകുന്നത്. ഏതൊരാൾക്കാണോ ആഗ്രഹങ്ങളെയൊക്കെ നിയന്ത്രിച്ച് എനിക്കിനി യാതൊന്നും വേണ്ട കിട്ടിയതെല്ലാം മതി എന്ന് ചിന്തിക്കുവാൻ കഴിയുന്നത് അവരാണ് വാസ്തവത്തിൽ ഈശ്വര സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള അർഹത നേടുന്നത് തന്നെ. അപ്പോൾ ഇപ്രകാരമുള്ള ഉപദേശങ്ങളെ ഒക്കെ അനുസന്ധാനം ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവാത്മാവിനെ തന്നെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ശാശ്വതമായി എന്തിനെങ്കിലും നേടിത്തരുമോ എന്ന് ചിന്തനം ചെയ്തിട്ട് ഇതെല്ലാം ഭൗതികങ്ങളായ സുഖങ്ങളെ മാത്രം നേടിത്തരുന്നതാണെങ്കിൽ അതിനെല്ലാം ഒന്നൊന്നായി പരിത്യജിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളെല്ലാം മോക്ഷപദത്തിലേക്ക് എത്തുവാൻ അർഹരായിത്തീരുന്നത്. അതിലേക്കുള്ള ആദ്യ പടവുകൾ തന്നെയാണ് ഈ നവധാ ഭക്തിയിലൂടെ പറയുന്നത് പോലെയുള്ള ശ്രവണം, കീർത്തനം, വിഷ്ണോർ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം എന്നെല്ലാം പറയുന്നത്. അപ്രകാരമുള്ള ആ ഭക്തിയിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗങ്ങളായിട്ടാണ് നമ്മൾ ഓരോ കൃതികളുടെയും ഉപാസനയെ സങ്കല്പിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹൻ. സർവ ഉപനിഷദഃ ഗാവഃ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥഃ വത്സഃ സുധീഃ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. സർവ ഉപനിഷദഃ ഗാവഃ.
എല്ലാ ഉപനിഷത്തുകളെയും ഒരു ഗോവായിട്ട് സങ്കല്പിച്ചാൽ ദോഗ്ധ ഗോപാലനന്ദന, ആ പശുവിനെ കറന്നെടുക്കുന്ന കറവക്കാരനായിട്ട് ഈ ഗോപാല പുത്രനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയും സങ്കല്പിക്കുക. പാർത്ഥ വത്സഹ, അർജുനനാണെങ്കിൽ ആ പശുവിൻ്റെ കുട്ടിയായും. എങ്ങനെയുള്ള കുട്ടി? സുധീഹി, നല്ല ബുദ്ധിയുള്ളവനാണ് അർജുനൻ. ഭോക്ത, അവനാണ് ഭുജിക്കാൻ പോകുന്നത് ഈ ഗീതാമൃതത്തെ. ദുഗ്ധം ഗീതാമൃതം മഹത്, എന്നാൽ ഈ കറന്നെടുക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന പാലോ അത് സാക്ഷാൽ ഗീതയാകുന്ന അമൃതം തന്നെയാണ്, മഹത്താകുന്ന ഗീതാമൃതം തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഉപനിഷത്തിൻ്റെ എല്ലാം സർവസാര സംഭൂതമായിരിക്കുന്ന ഭഗവത്ഗീതയെ ഭഗവാൻ ആകുന്ന കറവക്കാരൻ അർജുനനാകുന്ന പശുക്കുട്ടിക്കായിക്കൊണ്ട് കറന്നു കൊടുക്കുന്നു. ഈ പശുക്കുട്ടിയെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? സുധീഹി ഭോക്ത, നല്ല ബുദ്ധിയുള്ളവനാണ് ഈ പശുക്കുട്ടിയായി ഉപമിച്ചിരിക്കുന്ന അർജുനൻ. അവനാണ് ഈ പാല് ഭുജിക്കേണ്ടവൻ. നമ്മളെല്ലാം കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ കൊണ്ടുവന്ന് പാല് തരും. അപ്പോൾ കുട്ടി പറയും എനിക്കിപ്പോൾ പാല് വേണ്ട. അപ്പോൾ അതിന് പാല് കുടിക്കാൻ വിശപ്പില്ല. അപ്പോൾ വിശപ്പില്ലാത്ത കുട്ടിക്ക് പാല് കൊടുത്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഇവിടെ പറയുന്നത് ആ പാല് സ്വീകരിക്കാനായിട്ട് വളരെയധികം ആകാംക്ഷയോടുകൂടി വളരെ താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് അർജുനനെ സങ്കല്പിക്കുന്നത്. കാരണം സാക്ഷാൽ അമൃത് തന്നെയാണ് ഈ പകർന്നു കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് കിട്ടുവാനായിട്ട് വളരെ ആഗ്രഹത്തോടു കൂടി, എപ്രകാരമാണോ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കുമ്പോൾ അയാൾക്ക് ആ ഭക്ഷണത്തോടുണ്ടാകുന്ന ആർത്തി, ആ ഒരു ഇച്ഛയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ഇവിടെ അർജുനനെ ഈ ഭഗവത്ഗീത സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്.